ഭർത്താക്കന്മാരുടെ സംശയവും ക്രൂരമായ പീഡനങ്ങളും കാരണം കണ്ണീരുമായി കഴിയുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിനി സുധീന കഴിഞ്ഞ 17 വർഷമായി അനുഭവിക്കാത്ത യാതനകളില്ല. ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധം, രാത്രിയിൽ വീട്ടിലെത്തിയുള്ള ക്രൂരമായ മർദ്ദനം, സ്വന്തം മക്കളെയോർത്ത് എല്ലാം സഹിച്ച് ജീവിച്ചതാണ് ആ യുവതി. എന്നാൽ കഴിഞ്ഞ ദിവസം ഭർത്താവ് ബഷീർ നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ സുധീനയെ ക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് നാട്ടുകാരും ബന്ധുക്കളും കേട്ടത് യുവതിയുടെ മരണവിവരമാണ്. മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പിതാവ് രംഗത്തെത്തി. യുവതി ആത്മഹത്യ ചെയ്യില്ലെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം പൂന്തുറയിൽ ഭർത്തൃ വീട്ടിലാണ് സുധീനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുളത്തൂർ സ്റ്റേഷൻ കടവ് സ്വദേശിനിയാണ് സുധീന. പൂന്തുറ മാണിക്യവിളാകത്ത് ഭർത്താവിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിലെ ഫാനിൽ ബെഡ്ഷീറ്റും ഷോളും ഉപയോഗിച്ച് തൂങ്ങിയതായാണ് ഭർത്താവ് ബാദുഷ പൂന്തുറ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ യുവതി കുഴഞ്ഞു വീണു എന്നാണ് ഇയാൾ സുധീനയുടെ പിതാവ് ബഷീറിനെ അറിയിച്ചത്. അമ്പലത്തറയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് യുവതിയുടെ മരണം സ്ഥിരീകരിച്ചത്. സ്വർണം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വീട്ടിൽ വഴക്ക് നടന്നിരുന്നതായി ബഷീർ ആരോപിച്ചു. മുൻപും പലതവണ സുധീനയെ ബാദുഷ മർദ്ദിച്ചിട്ടുണ്ടെന്നും ഇയാൾക്ക് മറ്റു സ്ത്രീകളുമായുള്ള ബന്ധത്തെ ചൊല്ലി വീട്ടിൽ വഴക്കുണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. ആത്മഹത്യ ചെയ്യൂല അവള്. ഒരു പെമ്മക്കളും 2 മക്കളുള്ളതുകൊണ്ട് അവള് ചെയ്യൂല. ഒരു എന്തെങ്കിലും അക്കതർക്കങ്ങളുണ്ടായി അവള് രാത്രി 10:30 മണിക്ക് വന്ന് ഓട്ടോറിക്ഷ ഓടിയിട്ട് വന്ന് ഒരു പെണ്ണിന്റെ വിഷയമുണ്ട്, കൂടെ ഒരു പെണ്ണിന്റെ വിഷയമുണ്ട്. ഇവ ആട്ടോ ഓടിക്കാതെ പെണ്ണിനായിട്ട് കമ്പനി അവിടെ ഫോൺ വിളിക്കുമ്പോഴും ഫോൺ എടുത്തുകൊണ്ട് വെളിയിൽ പോയി സംസാരിക്കും. അപ്പോൾ എൻ്റെ മോള് ചോദിച്ചു, എന്തിന് ഞങ്ങളെപ്പോഴും ഫോൺ വരും വെളിയിൽ പോകുന്നത്? അതൊരു ഓട്ടം വിളിക്കുന്ന കൂടെ സംസാരിക്കാമല്ലോ, ഈ രാത്രിയൊക്കെ ഓട്ടം വിളിക്കുന്നു. അങ്ങനെ പല സംശയങ്ങളായി മോള് ചോദിക്കണോണ്ട് അത് ഭയങ്കര വിഷയമുണ്ടായി. 17 വർഷം മുൻപാണ് സുധീനയുടെയും ബാദുഷയുടെയും വിവാഹം നടന്നത്. യുവതി ആത്മഹത്യ ചെയ്യില്ലെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നുമാണ് സുധീനയുടെ ബന്ധുക്കളുടെ ആവശ്യം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടി ഉണ്ടാകുമെന്നും പൂന്തുറ പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ യുവതി കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നാലെ പുറത്തുവരുന്നത് ഒരു സ്കൂൾ പ്രണയത്തിൻ്റെ കഥകളാണ്. 8ാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയ പ്രണയം പിന്നീട് വഴിവിട്ട ബന്ധമായി വളർന്നു. കഴിഞ്ഞ ദിവസം കുഞ്ഞിൻ്റെ മരണത്തോടെയാണ് ഈ ബന്ധത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. ഒടുവിൽ നവജാത ശിശുവിൻ്റെ മരണത്തിൽ അവിവാഹിതയായ അമ്മ അറസ്റ്റിലായി. കൊലപാതക കുറ്റം ചുമത്തിയാണ് 21-കാരിയെ ഇലവന്തിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ കാമുകനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാൾക്ക് കുഞ്ഞിൻ്റെ മരണത്തിൽ പങ്കുണ്ടോയെന്നും അന്വേഷിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മെഴുവേലിയിൽ ആളൊഴിഞ്ഞ പുരയിടത്തിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമിത രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സ തേടിയ യുവതിയെപ്പറ്റി ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് തോന്നിയ സംശയമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ പോലീസിന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ ക്ഷതമാണ് ശിശുവിന്റെ മരണകാരണമെന്ന് വ്യക്തമായിരുന്നു. ശുചിമുറിയിൽ പ്രസവിച്ച യുവതി ആളൊഴിഞ്ഞ സമീപത്തെ പറമ്പിലേക്ക് കുട്ടിയെ വലിച്ചെറിയുകയായിരുന്നു. കുട്ടിയെ വലിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. യുവതിയെ വീട്ടിലും ശുചിമുറിയിലും പിന്നിലെ പറമ്പിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. അവിവാഹിതയായ യുവതി ഗർഭിണിയായ സംഭവത്തിൽ കാമുവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുട്ടിയുടെ മരണത്തിൽ കാമുവിന് പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. എന്നാൽ
കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് യുവതിയുടെ മൊഴി. പോലീസ് ഇക്കാര്യം പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ന്യൂസ് 18 പത്തനംതിട്ട. കണ്ണൂർ കായലോടിന് സമീപം പറമ്പായി എന്ന പ്രദേശം SDPIയുടെ സ്വാധീന മേഖലയാണ്. അവിടെ അവർക്ക് പോലീസും കോടതിയുമൊക്കെ ഉണ്ട്. ഒരാണും പെണ്ണും തമ്മിൽ സംസാരിച്ചാൽ പോലും പരസ്യമായി വിചാരണ ചെയ്യും. ചിലപ്പോൾ അവർ സദാചാര പോലീസിൻ്റെ വേഷത്തിലുമെത്തും. പറമ്പായിയിൽ ആൺ സുഹൃത്തിനോട് സംസാരിച്ചതിന് ആൾക്കൂട്ട വിചാരണ നേരിട്ടതിൽ മനം നൊന്താണ് റസീന എന്ന യുവതി കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. കേസിൽ കൂടുതൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാണ്. പോലീസ് കണ്ടെടുത്ത യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് പുറത്തു വന്നത്. പ്രതികളിലേക്ക് നയിക്കുന്ന സൂചനകളും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. എന്നാൽ യുവതിയുടെ ആൺ സുഹൃത്തിനെതിരെ യാതൊരു പരാമർശവുമില്ല. ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ കേസിൽ നിർണായകമായ ആത്മഹത്യാക്കുറിപ്പാണ് പോലീസ് കണ്ടെടുത്തത്. തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ആൾക്കൂട്ട വിചാരണയെ തുടർന്നുണ്ടായ കടുത്ത മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും കത്തിലുണ്ട്. 3 പേജുള്ള കുറിപ്പിൽ ഒരിടത്തും യുവതിയുടെ ആൺ സുഹൃത്തിനെതിരെ പരാമർശവുമില്ല. സുഹൃത്തുമായി സംസാരിച്ചിരിക്കെ ഒരു സംഘമെത്തി ഭീഷണിപ്പെടുത്തുകയും പരസ്യ വിചാരണ നടത്തുകയും ചെയ്തു. ഇവരുടെ വിശദാംശങ്ങളും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. യുവാവിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ക്രൂരമർദ്ദനത്തിനും ഇരയാക്കി. സദാചാര പോലീസിംഗ് നടന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മറ്റു തരത്തിൽ ഭീഷണിപ്പെടുത്തിയോ എന്നും അന്വേഷിച്ചു വരികയാണ്. പ്രതികളുടെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റയാളുടെ മൊബൈൽ ഫോൺ അടക്കം കണ്ടെടുത്തിട്ടുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു. തലശ്ശേരി ASPയുടെ നേതൃത്വത്തിൽ ഒരു ടീം നമ്മൾ ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതികളെ മനസ്സിലാക്കുന്ന കുറച്ചും കൂടുതൽ ഒഫൻസീവ് വെളിവാകുന്ന പക്ഷം അതിനെ തുടർന്നുള്ള സമഗ്രമായിട്ടുള്ള പോലീസ് നടപടി. റസീനയുടെ ബന്ധു ഉൾപ്പെടെ 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. പറമ്പായിലെ റഹീസ്, മുബഷിർ, ഫൈസൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ SDPI പ്രവർത്തകരാണ്. കൂടുതൽ പ്രതികളെക്കുറിച്ചും സൂചന ലഭിച്ചിട്ടുണ്ട്. അതേസമയം മകൾ ആൾക്കൂട്ട വിചാരണ നേരിട്ടിട്ടില്ലെന്നും പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളെന്നുമാണ് റസീനയുടെ മാതാവിന്റെ പ്രതികരണം. ചോദ്യം ചെയ്യലിനായി SDPI ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നുവെന്ന് യുവതിയുടെ പിതാവ് മുഹമ്മദ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ഓഫീസിലെത്തുമ്പോൾ അകത്തും പുറത്തും ആളുകളുണ്ടായിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് വസ്ത്രത്തിൽ ഒളിപ്പിക്കാൻ കാരണം യഥാർത്ഥ പ്രതികളെ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയായിരിക്കാമെന്നും സുഹൃത്തായ മയ്യൽ സ്വദേശിയെയും പോലീസ് പിടികൂടണമെന്നും പിതാവ്. അതെ, അത് അവരുടെ ആൾക്കാർ വന്നു. അപ്പോൾ അവരുടെ ആൾക്കാർ വന്നപ്പോൾ അവൻ്റെ ബ്രദർ, വേറെ ആരോ ഒരു സുഹൃത്ത്, അവിടുത്തെ ഒരു വാർഡ് മെമ്പർ, ഇവരൊക്കെയാണ് വന്നതെന്നാണ് പറഞ്ഞത്. എനിക്കാരെയും അറിയത്തില്ല. അപ്പോൾ പള്ളിൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞു. ഞാൻ പള്ളിൻ്റെ അടുത്ത് വന്നപ്പോൾ അവർ കൈകാട്ടി വിളിച്ചു, വാന്ന് പറഞ്ഞു. അപ്പോൾ SDPI ഓഫീസ്. അപ്പോൾ എനിക്ക് അത്ര ഒരു സുഖകരമായിട്ട് തോന്നില്ല. അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അവർ പ്രശ്നങ്ങൾ തീർക്കേണ്ടത്. അതിലുള്ളൊരു മനസ്സിലാവും. അതുകൊണ്ടായിരിക്കും എൻ്റെ മാനസിക വിഷമത്തിലായിരിക്കും അവൾ പോയത്. ഇതിനിടയിൽ മധ്യസ്ഥ ചർച്ചക്കാണ് യുവാവിനെയും യുവതിയുടെ കുടുംബത്തെയും ഓഫീസിലെത്തിച്ചെന്ന വാദവുമായി SDPI രംഗത്തെത്തി. ഇതിന്റെ ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടു. നേരെ തിരിച്ചിട്ട് നമുക്ക് പറയാൻ അറിയില്ല. ഒരു പാവപ്പെട്ട നിരപരാധി നേരെ വാരത്തേക്ക് പോകുന്നു. ഇവിടെ വലിയ വിഷയമൊന്നുമില്ല. കാണാതായ യുവതിയുടെ ആൺ സുഹൃത്തിനായും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം. ന്യൂസ് 18 കണ്ണൂർ. നമ്മുടെ പലരുടെയും വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ടല്ലേ. പിന്നാലെ FB ഫ്രണ്ട്സിൻ്റെ മെസ്സഞ്ചറുകളിലേക്ക് പണം ചോദിച്ച് സന്ദേശമെത്തും. നമ്മുടെ സുഹൃത്ത് ഗുരുതരമായ രോഗത്തിന് ചികിത്സയിലാണെന്നോ അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ടെന്നോ അറിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സഹായം നൽകാറുണ്ട്.
പിന്നീട് പണം നഷ്ടപ്പെടുമ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട കാര്യം തിരിച്ചറിയുക. സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ഇപ്പോൾ വാട്സാപ്പ് ഹാക്ക് ചെയ്തു വരെയും കെണിയൊരുക്കും. ഗായിക അമൃത സുരേഷാണ് ഏറ്റവും ഒടുവിൽ സൈബർ തട്ടിപ്പിന് ഇരയായത്. ബന്ധുവിൻ്റെ വാട്സാപ്പിൽ നിന്ന് പണം ആവശ്യപ്പെട്ട് അമൃതയ്ക്ക് സന്ദേശമെത്തി. 45,000 രൂപ നൽകിയതിന് പിന്നാലെ 30,000 രൂപ കൂടി ആവശ്യപ്പെട്ടപ്പോഴാണ് സംശയം തോന്നിയത്. ബന്ധുവിനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പിന് ഇരയായ വിവരം അറിഞ്ഞതെന്ന് അമൃത ന്യൂസ് 18 പറഞ്ഞു. യൂട്യൂബ് ചാനലിലൂടെയാണ് തട്ടിപ്പ് വിവരം അമൃത സുരേഷ് പുറത്തു പറയുന്നത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്താണ് ബന്ധുവിന്റെ വാട്സപ്പ് നമ്പറിൽ നിന്നും പണം ആവശ്യപ്പെട്ട് സന്ദേശമെത്തിയത്. 45,000 രൂപ അത്യാവശ്യമായി വേണമെന്നും തന്റെ UPIക്ക് എന്തോ പ്രശ്നമുള്ളതിനാൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് അയക്കണമെന്നും ആവശ്യപ്പെട്ടു. ഉടൻ പണം നൽകി. വീണ്ടും 30,000 രൂപ ചോദിച്ചപ്പോഴാണ് സംശയം തോന്നിയത്. നമ്മളുടെ സ്വന്തം എന്ന് പറയുന്ന ബന്ധങ്ങളിലുള്ള ആളുകൾ, അതും ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമാണുള്ളത്. അപ്പം എന്തെങ്കിലും എമർജൻസി വരും, ഞാൻ ചിലപ്പോൾ ചേച്ചിയുടെ അടുത്ത് ചേച്ചി എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഇടുമെന്ന് പറയും, അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ള റിലേഷൻഷിപ്പ് ഉള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ അധികം വിളിച്ച് ക്ലാരിഫൈ ചെയ്യാൻ ഇല്ലല്ലോ. അപ്പൊ മാത്രമല്ല രാവിലെയും കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്താണ് ആ വാട്സപ്പില്. അപ്പോൾ എക്സ്പെക്ട് ചെയ്തില്ല. മാത്രമല്ല ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുകയായിരുന്നു. തട്ടിപ്പ് നടന്നെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അമൃത പോലീസിൽ പരാതി നൽകി. ബീഹാറിൽ നിന്നുള്ള ദീപക് എന്ന വ്യക്തിയുടേതാണ് അക്കൗണ്ട് നമ്പർ എന്ന് കണ്ടെത്തി. എന്നാൽ ഇത് വ്യാജമാണെന്നും പോലീസ് പറഞ്ഞു. ഇനിയും ആ അക്കൗണ്ടിലേക്ക് പണം വന്നാൽ മാത്രമേ നഷ്ടപ്പെട്ട അമൃതയുടെ പണം തിരികെ ലഭിക്കുകയുള്ളൂ. ഇനിയും പണം നഷ്ടമാകാതിരിക്കാൻ അമൃതയുടെ അക്കൗണ്ടും മരവിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. സ്കൂൾ തുറന്നതോടെ ഏറ്റവും കൂടുതൽ ആശങ്ക മാതാപിതാക്കൾക്കാണ്. പ്രത്യേകിച്ച് +1 വിദ്യാർത്ഥികളുടെ ക്ലാസ് തുടങ്ങിയതിന് പിന്നാലെ റാഗിംഗ് പരാതികൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നു. തിരുവനന്തപുരം ആലങ്കോട് ഗവൺമെൻറ് VHSSൽ +1കാരെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. സംഘർഷത്തിൽ 3 ജൂനിയർ വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 10ഓളം വരുന്ന സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ജൂനിയേഴ്സിനെ ആക്രമിച്ചെന്നാണ് പരാതി. ആലങ്കോട് ഗവൺമെന്റ് VHSSൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. പുതിയതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളോട് സീനിയർ വിദ്യാർത്ഥികൾ പേര് ചോദിച്ചു. പേര് പറഞ്ഞപ്പോൾ ശബ്ദം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞാണ് ആദ്യം ഉന്തും തള്ളും ഉണ്ടായത്. പിന്നീട് ഇത് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. 10ഓളം വരുന്ന സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ജൂനിയർ വിദ്യാർത്ഥികളെ ആക്രമിച്ചു എന്നാണ് പരാതി. നമ്മൾ 8ാം ക്ലാസ് വരെ ഇവിടെ പഠിക്കുന്നതാണ്. പിന്നെ +1 പുതിയ അഡ്മിഷൻ കിട്ടി. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ദിവസം സീനിയേഴ്സ് വന്ന് റാഗ് ചെയ്ത്, സീനിയേഴ്സിൻ്റെ പേരൊക്കെ ചോദിച്ച് ഉറക്കെ പറയടാന്നൊക്കെ പറഞ്ഞ് ടീച്ചർമാരെ കൊണ്ടായിരുന്നു. അവന്മാർ പിടിച്ച് തള്ളി. അവർ ഒരു 10-20 പേരുണ്ടായിരുന്നു +2 സീനിയേഴ്സ്. അതിൽ പിടിച്ച് തള്ളിയിട്ട് നമ്മളെ എടുത്ത് അടിച്ച് നമ്മൾ തറയിൽ വീണ്. എൻ്റെ മുഖത്ത് ഇടിയുണ്ട്, പല്ലും പൊട്ടിച്ചേറായിട്ട് അങ്ങനെ തറയിൽ വീണ് തറയിലിട്ട് കുറേ അടിച്ച്. 3 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണിനും തലയ്ക്കും ശരീരത്തിലും അടിയേറ്റതായി വിദ്യാർത്ഥികൾ പറയുന്നു. സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികളായ 7 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അക്രമത്തിനിരയായ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ നഗരൂർ പോലീസിൽ പരാതി നൽകി. PTA, പോലീസ് എന്നിവരെ പങ്കെടുപ്പിച്ച് യോഗം ചേരുമെന്നും അടിയന്തരമായി തുടർ നടപടികൾ ഉണ്ടാകുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ. സ്കൂളിലെ വിദ്യാർത്ഥി സംഘർഷങ്ങളിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള നാടാണിത്. ഒരാവേശത്തിന് സഹപാഠിയെ കുത്തിക്കൊലപ്പെടുത്തി പിന്നീട് ജയിലും വിചാരണയുമായി നടക്കുന്ന നിരവധി കുട്ടികളെ ഇവിടെ കാണാൻ കഴിയും. കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം
+1 ചേർന്ന് തുടർ പഠനം നടത്താനായി തയ്യാറെടുക്കുകയാണ്. എന്നാൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷകർത്താക്കളും വിവിധ വിദ്യാർത്ഥി സംഘടനകളും സമരരംഗത്തുണ്ട്. ഷഹബാസ് വധക്കേസിൽ പ്രതികളായ 2 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് പ്രതിഷേധം. സ്കൂളിലേക്ക് മാർച്ച് നടത്തിയ KSU MSF പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സ്കൂളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ സ്കൂൾ അധികൃതർക്കെതിരെ മറ്റു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും രംഗത്തെത്തി. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കുട്ടികളെ പുറത്താക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ തങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് പിൻവലിക്കുമെന്ന് രക്ഷകർത്താക്കൾ മുന്നറിയിപ്പ് നൽകി. BJPയും സ്കൂളിനെതിരെ പ്രതിഷേധവുമായി രംഗത്തു വന്നു. ഇവർ പ്രായത്തിൽ കുറഞ്ഞ ആൾക്കാരാണ് എങ്കിൽ ഇവിടെ ചൈൽഡ് തരത്തിലുള്ള കുട്ടികളുടെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്കൂൾ മാനേജ്മെന്റും PTA-യുമായി ആലോചിച്ച ശേഷം നടപടിയെടുക്കാമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞത്. താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിന് സമീപമുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ പരിക്കേറ്റാണ് ഷഹബാസ് മരിച്ചത്. കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ നിന്നും പരീക്ഷ എഴുതുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്. ഇടുക്കി പീരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീതയ്ക്ക് എന്താണ് സംഭവിച്ചത്? സീതയെ ആന ചവിട്ടി കൊന്നതാണെന്ന ഭർത്താവിൻ്റെ മൊഴിയാണോ? സംഭവം കൊലപാതകമാണെന്ന വനംവകുപ്പിൻ്റെ വാദമാണോ ശരി? പോലീസും DFOയും 2 തട്ടിൽ നിൽക്കുന്നതോടെ കേസിൻ്റെ എല്ലാ വശവും വിശദമായി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഇതിനായി പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കോട്ടയം DFO കൊലപാതകമാണെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് അറിയില്ലെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രസാദ് വ്യക്തമാക്കി. മരിച്ച ആദിവാസി സ്ത്രീ സീതയുടേത് കൊലപാതകമാണെന്ന് പരാമർശിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതേവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പീരുമേട് DYSPക്കാണ് അന്വേഷണ ചുമതല. നടന്നത് കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് വിവരം. കാട്ടാന ചവിട്ടിയല്ല സീത മരിച്ചതെന്നും മരണം കൊലപാതകമാണെന്നും നിലപാടെടുത്ത കോട്ടയം DFOയുടെ വാക്കുകൾ പോലീസ് തള്ളി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനുവേണ്ടി ഒരു ഫോം ചെയ്തിട്ടുണ്ട്. DYSP പീരുമേടിൻ്റെ നേതൃത്വത്തിൽ 2 ഇൻസ്പെക്ടറാണ് ഉൾപ്പെടുന്ന ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷണം നടന്നു വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൂടെ വന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അല്ല, അത് റിപ്പോർട്ടായിട്ട് വന്നിട്ടില്ല ഇതുവരെ. അത് പരിശോധിച്ചിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. എല്ലാ ആസ്പെക്റ്റും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അതിനാണ് സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ടുള്ളത്. എല്ലാ ആസ്പെക്റ്റും നമ്മൾ പരിശോധിച്ചിട്ടാണ് അന്വേഷണം നടക്കുന്നത്. അത് റിപ്പോർട്ട് കൂടെ വന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. നടന്നത് കാട്ടാന ആക്രമണം ആണെന്നും അല്ല കൊലപാതകമാണെന്നും 2 വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാട്ടാന ആക്രമണം ആണെന്നത് വനം വകുപ്പ് തള്ളിയിരുന്നു. സീതയുടെ മൃതദേഹം കാടിന് പുറത്തെത്തിച്ച ഭർത്താവ് ബിനു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായെന്നാണ് മൊഴി നൽകിയത്. എന്നാൽ മർദ്ദനമേറ്റതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതായി വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് ഭർത്താവ് സംശയനിഴലിലായത്. തുടർന്ന് ഇയാളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. റിപ്പോർട്ട് നൽകുന്നതോടെ സംഭവത്തിലെ ദുരൂഹത നീങ്ങിയേക്കും. ന്യൂസ് 18 ഇടുക്കി.
തിരുവനന്തപുരം വെള്ളറടയിൽ പ്രിയമത എന്ന വീട്ടമ്മയെ കൊന്നു കുഴിച്ചുമൂടിയതിൻ്റെ നടുക്കം ഇപ്പോഴും നാട്ടുകാരിലുണ്ട്. 2 ദിവസത്തോളം മൃതദേഹം വീട്ടിൽ സൂക്ഷിക്കുകയും പിന്നീടത് കുഴിച്ചുമൂടുകയും ചെയ്തത് പ്രതികളുടെ ക്രിമിനൽ ബുദ്ധിയാണ് തെളിയിക്കുന്നത്. വീട്ടമ്മയുടെ മാല കവരാൻ വേണ്ടി നടത്തിയ കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ്. നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുള്ള പ്രതി വിനോദും സഹോദരൻ സന്തോഷുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി യുവതിയുടെ വസ്ത്രങ്ങളും ബാഗും കത്തിച്ച സ്ഥലം പ്രതി പോലീസിന് കാട്ടിക്കൊടുത്തു. കൊലയ്ക്ക് ശേഷം മൃതദേഹം മറവ് ചെയ്യാൻ ഉപയോഗിച്ച മൺവെട്ടി ഉൾപ്പെടെയുള്ളവ പോലീസ് സംഭവസ്ഥലത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. നാടിനെ നടുക്കിയ പ്രിയംവദ കൊലക്കേസിലെ പ്രതികളായ വെള്ളറട പനച്ചമൂട് സ്വദേശി വിനോദിനെയും സഹോദരൻ സന്തോഷിനെയും കഴിഞ്ഞ ബുധനാഴ്ചയാണ് പോലീസ് 6 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയത്. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് സ്വർണ്ണമാല കവരുന്നതിന് വേണ്ടിയാണ് പ്രിയംവദയെ കൊന്നതെന്ന വിനോദിന്റെ നിർണായക വെളിപ്പെടുത്തലുണ്ടായത്. ഉദിയൻകുളങ്ങരയിലെ സ്വകാര്യ സ്വർണ്ണപണയ സ്ഥാപനത്തിൽ മാല പണയം വെച്ചതായി ഇയാൾ സമ്മതിച്ചു. 1,63,000 രൂപയ്ക്കാണ് മാല പണയം വെച്ചത്. മാലയിലുണ്ടായിരുന്ന സ്വർണ്ണ ലോക്കറ്റ് പനച്ചമൂട്ടിലെ ഒരു സ്ഥാപനത്തിൽ വിൽക്കുകയായിരുന്നു. വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ച് പുതിയ മൊബൈൽ ഫോൺ ഉൾപ്പെടെ വിനോദ് വാങ്ങിയിരുന്നു. ഉദിയൻകുളങ്ങര കളിയിക്കവിള യാത്രാമധ്യേ പ്രിയംവദയുടെ ഫോൺ ഉപേക്ഷിച്ചുവെന്നാണ് വിനോദ് പോലീസിന് നൽകിയ ആദ്യ മൊഴി. എന്നാൽ തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ മൊബൈൽ ഫോൺ ഉദിയൻകുളങ്ങരയിലെ ഒരു മൊബൈൽ ഷോപ്പിൽ വിറ്റതായി കണ്ടെത്തി. കൊല നടത്തിയ സ്ഥലത്ത് മുഖ്യപ്രതി വിനോദിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലയ്ക്ക് ശേഷം വലിച്ചെറിഞ്ഞ പ്രിയംവദയുടെ വീടിന്റെ താക്കോൽ സമീപത്തെ ഓടയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി യുവതിയുടെ വസ്ത്രങ്ങളും ബാഗും പ്രതി കത്തിച്ചിരുന്നു. ഈ സ്ഥലവും ഇയാൾ പോലീസിന് കാട്ടിക്കൊടുത്തു. മൃതദേഹം മറവ് ചെയ്യാൻ ഉപയോഗിച്ച മൺവെട്ടി ഉൾപ്പെടെയുള്ളവയും പോലീസ് സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകാൻ പണയം വെച്ചതും വിറ്റതുമായ സ്ഥാപനങ്ങൾക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിനാണ് വിനോദിന്റെ സഹോദരൻ സന്തോഷിനെ അറസ്റ്റ് ചെയ്തത്. കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രതികളെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊല്ലം കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡർ സമരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. പിടിയിലായ 25 ട്രാൻസ്ജെൻഡേഴ്സിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആക്രമണത്തിൽ SH ഉൾപ്പെടെ 10 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒട്ടേറെ സമരക്കാർക്കും പരിക്കേറ്റിരുന്നു. സോഡ കുപ്പി ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇൻസ്പെക്ടർ ജയകൃഷ്ണന് സാരമായ പരിക്കുണ്ട്. വനിതാ പോലീസുകാരടക്കം ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 വർഷം മുൻപ് കൊട്ടാരക്കരയിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിന് 7 ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ കേസെടുത്തിരുന്നു. ഇതിൻ്റെ സമൻസ് നോട്ടീസ് അയച്ച വിരോധത്തിലാണ് റോഡ് ഉപരോധിച്ചത്. ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ, SI അനീസ്, വനിതാ CPO ആര്യ, CPO അബിസലാം എന്നിവരാണ് പരിക്കേറ്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. മറ്റുള്ളവർക്ക് നിസ്സാര പരിക്കുകളാണ്. സോഡാക്കുപ്പി സ്വന്തമായി തലയിൽ അടിച്ചു പൊട്ടിച്ചും സമരക്കാരിൽ ചിലർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. ഇവരിൽ 5 പേർക്കൊഴികെ മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല. അറസ്റ്റിലായ 20 ട്രാൻസ്ജെൻഡേഴ്സിനെയും കുന്നിക്കോട്, പൂയപ്പള്ളി എന്നീ സ്റ്റേഷനുകളിലേക്കാണ് മാറ്റിയിരുന്നത്. ധ്വനി, ഇഷ, മയൂഖ, നിരുപമ,
രുഭദ്ര ഹർഷ എന്നിവർക്കും കണ്ടാലറിയാവുന്ന 19 പേർക്കുമെതിരെയാണ് കേസെടുത്തത്. പോലീസ് മുൻപ് കള്ളക്കേസെടുത്തു എന്നാരോപിച്ചായിരുന്നു കൊട്ടാരക്കര ഓയൂർ റോഡ് ഉപരോധിച്ച് സമരം നടത്തിയത്. ഗാന്ധിമുക്കിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. പോലീസ് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ പറയുന്നു. പ്രതികൾ സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അക്രമം അഴിച്ചുവിട്ടു എന്നിങ്ങനെയാണ് എഫ്ഐആറിലെ പരാമർശങ്ങൾ. 4 വർഷം മുൻപ് കൊട്ടാരക്കരയിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തുകയും പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്തതിന് 7 ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ കേസെടുത്തിരുന്നു. ഇതിൽ സമൻസ് അയക്കുകയും പിന്നീട് വാറണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് റോഡ് ഉപരോധിച്ചത്. കള്ളക്കേസിൽ കുടുക്കിയ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ന്യൂസ് 18 കൊട്ടാരക്കര. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ തന്ത്രിയെയും പൂജാരിയെയും പീഡനക്കേസിൽ കുടുക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? പൂജാരി അരുണിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കർണാടക പോലീസിനെതിരെ കുടുംബം ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചത്. കേസിൽ നിന്നും ഒഴിവാക്കാൻ പോലീസ് 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് കാട്ടി തൃശൂർ അന്തിക്കാട് പോലീസിൽ തന്ത്രിയുടെ ഭാര്യ പരാതി നൽകി. സംഭവത്തിൽ ഉണ്ണി ദാമോദരൻ നിരപരാധിയാണെന്നും കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. കുടുംബ തർക്കത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് പീഡന പരാതിക്ക് പിന്നിലെന്നാണ് ആരോപണം. പെരിങ്ങോട്ടുകര ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരനെതിരെയുള്ള കേസിൽ കർണാടക പോലീസിനെതിരെ പരാതിയുമായി കുടുംബം. കേസിൽ നിന്ന് ഒഴിവാക്കാൻ കർണാടക പോലീസ് 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് കാട്ടി തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ തന്ത്രിയുടെ ഭാര്യ പരാതി നൽകി. വെല്ലന്തൂർ പോലീസ് പലതരത്തിൽ മാനസികമായി പീഡിപ്പിക്കുന്നെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം ക്ഷേത്രം തന്ത്രിയുടെ സഹോദരനും മക്കൾക്കുമെതിരെ പോലീസ് നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിശദാംശങ്ങളും കുടുംബാംഗങ്ങൾ പുറത്തുവിട്ടു. ഭണ്ഡാരം മോഷ്ടിക്കലും ആക്രമണവും ഉൾപ്പെടെ 5 കേസുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. തന്ത്രിക്കും മരുമകനുമെതിരെ പീഡന പരാതിയുമായി വന്ന സ്ത്രീ ഗൂഢാലോചനക്കാരുടെ പെൺസുഹൃത്താണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഉണ്ണി ദാമോദരനെ കാണാതായതുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകിയ പരാതിയിൽ തൃശൂർ അന്തിക്കാട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പിതാവിനെയും സഹോദരിയുടെ ഭർത്താവിനെയും കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് കാട്ടി കഴിഞ്ഞ ദിവസമാണ് ഉണ്ണി ദാമോദരന്റെ മകൾ ഉണ്ണിമായ പോലീസിൽ പരാതി നൽകിയത്. പൂജ നടത്താനെത്തിയ കർണാടക സ്വദേശിയായ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലായിരുന്നു തന്ത്രിയുടെ മരുമകൻ അരുണിനെ ബാംഗ്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് 18 കൊച്ചി. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. മൊബൈലിൽ നോക്കുമ്പോൾ ഡ്രൈവറുടെ ശ്രദ്ധ തിരിഞ്ഞാൽ വലിയ ദുരന്തങ്ങൾ പോലും സംഭവിക്കാം. കാസർഗോട്ടെ ഒരു KSRTC ഡ്രൈവറുടെ അപകട യാത്രയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കാസർഗോഡ് ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട KSRTC ബസ്സിലെ ഡ്രൈവർ കൃഷ്ണഭട്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ദീർഘദൂരം വാഹനം ഓടിച്ചത്. ഇതേ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരാളാണ് ദൃശ്യം പകർത്തിയത്. അമിത വേഗതയും അശ്രദ്ധയും മാത്രമല്ല, ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗവും റോഡ് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നതായാണ് കണക്കുകൾ. കാസർഗോഡ് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട KSRTC ബസ്സിലെ ഡ്രൈവറായ KM കൃഷ്ണഭട്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അപകടകരമാം വിധം വാഹനമോടിച്ചത്. ഒരു കൈയിൽ മൊബൈൽ പിടിച്ച് അതേ കൈകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് തിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇതേ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരാളാണ് ദൃശ്യം പകർത്തിയത്.
KSRTC ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കെയാണ് ഡ്രൈവറുടെ മൊബൈൽ ഉപയോഗ വീഡിയോ പുറത്തു വന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഡ്രൈവിംഗിനിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിൽ കണ്ണൂരിൽ KSRTC ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തത്. തലശ്ശേരി യൂണിറ്റിലെ ഡ്രൈവർ ഷാജി കുമാർ കണ്ടോത്തിനെതിരെയാണ് നടപടിയെടുത്തത്. ന്യൂസ് 18 കാസർഗോഡ്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസ് ഇഡിക്ക് പിന്നാലെ പോലീസും അന്വേഷിക്കുന്നുണ്ട്. നടൻ സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനുള്ള നീക്കം പോലീസ് നടത്തുമ്പോൾ കോടതി ഇടപെടലുണ്ടായി. അതോടെ സൗബിൻ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഹൈക്കോടതി സമയം നീട്ടി നൽകിയതെ തുടർന്നാണ് ഹാജരാകാത്തത്. ഈ മാസം 27-ന് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ കോടതിയുടെ നിർദ്ദേശമുണ്ട്. നിർമ്മാതാവ് സൗബിൻ ഷാഹിർ, സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി മുമ്പാകെയുണ്ട്. ഇതിൽ തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 27 വരെ സമയം നീട്ടി നൽകിയതായി കോടതി വ്യക്തമാക്കിയത്. കേസ് വീണ്ടും ഈ മാസം 23-ന് പരിഗണിക്കും. സിനിമയ്ക്കായി പലപ്പോഴായി മുടക്കിയ 7 കോടി രൂപയോ ലാഭവിഹിതമോ തിരിച്ചു നൽകിയില്ലെന്നായിരുന്നു അരൂർ സ്വദേശി സിറാജ് വലിയതുറ നൽകിയ പരാതിയിൽ പറയുന്നത്. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകളാണ് നിർമ്മാതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നവംബർ 30-ന് 5.99 കോടി രൂപ പറവ ഫിലിംസിന്റെ കടവന്ത്രയിലെ ബാങ്ക് അക്കൗണ്ടിലേക്കും 50 ലക്ഷം രൂപ ഷോൺ ആന്റണിയുടെ അക്കൗണ്ടിലേക്കും നൽകി. ഇതിനോടൊപ്പം 51 ലക്ഷം രൂപ പലപ്പോഴായി പണമായി കൈപ്പറ്റിയെന്നും സിറാജ് മൊഴി നൽകിയിരുന്നു. കരാർ പ്രകാരം പരാതിക്കാരന് 40 കോടി രൂപയുടെ അർഹതയുണ്ടെന്നും അത് നൽകിയില്ലെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നെയ്യാറ്റിൻകര വ്ളാങ്ങാമുറിയിൽ വാഴത്തോപ്പിലെ ചതുപ്പിൽ അജ്ഞാത മൃതദേഹം. 55 വയസ്സോളം പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ ഇൻസ്റ്റാമാർട്ട് ബോർഡിന് മുന്നിൽ ഡെലിവറി തൊഴിലാളികളുടെ പ്രതിഷേധം. ഡെലിവറി തൊഴിലാളിയെ ജീവനക്കാർ മർദ്ദിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. 15 ദിവസത്തിനകം പരാതികൾ പരിഹരിക്കുമെന്ന പോലീസിന്റെ ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഇടുക്കിയിൽ പറ്റുബുക്കുമായി ഓട്ടോയിൽ കറങ്ങി മദ്യവിൽപ്പന നടത്തിയിരുന്ന 2 പേർ പിടിയിൽ. പിടിയിലായത് രാജാക്കാട് സ്വദേശികളായ പ്രിൻസ് ജോസഫ്, ഷിജോ ഫ്രാൻസിസ് എന്നിവർ. 45 പേർക്ക് മദ്യം കടം നൽകിയ വകയിൽ ലഭിക്കാനുള്ള തുക എഴുതിയ പറ്റുബുക്കും വിൽപ്പന നടത്തിയ വകയിൽ ലഭിച്ച 3000 രൂപയും 2.5 ലിറ്റർ മദ്യവും ഇവരിൽ നിന്ന് പിടികൂടി. പാലക്കാട് മണ്ണാർക്കാട് സ്വത്ത് തർക്കത്തെ തുടർന്ന് ഭർത്തൃപിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മരുമകൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് അമ്പലപ്പാറ കാപ്പുപറമ്പ് സ്വദേശിനി ഷബ്ന. പാലക്കാട് വടക്കഞ്ചേരിയിൽ ലോട്ടറി കടയിൽ കവർച്ച. വിനായക ലോട്ടറി ഏജൻസിയിൽ നിന്ന് കവർന്നത് 5000 രൂപയും 60000 രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളും. സോഷ്യൽ മീഡിയ വഴി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ പാലക്കാട് സ്വദേശി ഭുവനേശ്വർ പോലീസിന്റെ പിടിയിൽ. ചിറ്റിലഞ്ചേരി സ്വദേശി പ്രസാദാണ് ഭുവനേശ്വർ സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായത്. ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നൊന്നായി പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. രോഗങ്ങൾ, കടബാധ്യതകൾ, ശത്രുക്കളുടെ വേട്ടയാടൽ, മറ്റുള്ളവരുടെ പരിഹാസം. ഇങ്ങനെ തുടർച്ചയായി പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ടല്ലേ? എല്ലാ മനുഷ്യരുടെ ജീവിതയാത്രയിലും കയറ്റിറക്കങ്ങൾ ഉണ്ടാകാം. അവിടെ മനസ്സ് പതറിയാൽ പിന്നെ തിരിച്ചുവരവ് ബുദ്ധിമുട്ടാണ്. പ്രതിസന്ധികളും വേദനകളും ഉണ്ടാകുമ്പോൾ അതിനെ ധൈര്യത്തോടെ നേരിടണം. കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരിക്കൽ പരിഹാരമുണ്ടാകുന്നു. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.